അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി ടാസ്ക്, എല്ലാവർക്കും അറിയാൻ അത്രയ്ക്ക് ത്വരയുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അമ്മയുടെ ബ്രേക്കപ്പ്. എല്ലാം കഴിഞ്ഞു, നീ അതിന്റെ മണ്ടയ്ക്ക് അമ്മയുടെ ബ്രേക്കപ്പ് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ എക്സ്ക്ലൂസീവ് മദർ അമ്മയുടെ ബ്രേക്കപ്പ് സ്റ്റോറി. അപ്പം അമ്മയുടെ ബ്രേക്കപ്പ് സ്റ്റോറി പറ. അച്ഛനെ വിളിക്കണം, അച്ഛനും കാണും ബ്രേക്കപ്പ് ഒക്കെ പറയാൻ. അച്ഛനെ കൊണ്ടും പറയിപ്പിക്കും. അമ്മയുടെ പറഞ്ഞു കഴിയുമ്പോ അച്ഛൻ പറയും ബ്രേക്കപ്പ് സ്റ്റോറി. പറഞ്ഞു എന്തോ പറയാനാ മോനെ. ഒരു ചെറുക്കന് ഇഷ്ടമായിരുന്നു അമ്മ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. ഭയങ്കര പ്രശ്നമാണ്. കോളേജില് പിന്നെ സ്കൂളിലൊക്കെ അല്ല കോളേജിലാ, സ്കൂളിലൊന്നും ഇല്ലായിരുന്നു. സ്കൂളിലൊക്കെ പേടിയായിരുന്നു ആൺപിള്ളാരോട് മിണ്ടാനും ഒക്കെ. അയ്യോ എന്തൊരു ബഹളമാണെന്നറിയോ. എത്തി നോക്കിയ അടി. മനസ്സിൽ കള്ളമുള്ളതുകൊണ്ട് എത്തി. അന്നത്തെ കാലമല്ലയോ, നിന്റെ ഒക്കെ കൂട്ടാന്നോ അങ്ങ് അഴിച്ചു വിട്ടേക്കുമല്ലോ. അല്ല പിന്നെ ഒരു കടയുണ്ട്, പിന്നെ ചിറ്റപ്പനും അച്ഛനും ഒക്കെ ചായ കച്ചവടമോ, ചായ കുടിക്കാൻ വരുന്നിടത്തോട്ട് അങ്ങനെ ഒന്ന് വന്നു പോയെങ്കിൽ തീർന്നു. അടി എതിലേ വന്ന് നോക്കണ്ട. 10ാം ക്ലാസ്സും കഴിഞ്ഞ് കോളേജിലായി. കോളേജിൽ പോയി ഭയങ്കര സന്തോഷം. അഴിച്ചു വിട്ടേക്കുമല്ലയോ. ബസ്സേ കയറി തകർപ്പായിരുന്നു. ടി കെ എം കോളേജിന്റെ അടുക്കല പിന്നെ ടി കെ എം കോളേജ് കവലയില് മുതൽ നടക്കാൻ തുടങ്ങും. അങ്ങനെ നടന്നു. ശരിക്കും ക്ലാസ്സിൽ കേറിയിട്ടുണ്ടോ? ഓ ഇല്ല, ക്ലാസ്സിൽ കേറും വല്ലപ്പോഴും, ചുമ്മാ ഹാജര് കിട്ടാൻ വേണ്ടിട്ട്. അത് കഴിയുമ്പോ ഹാജര് കിട്ടിയിട്ട് എന്തെടുക്കാനാ? പരീക്ഷ എഴുതാൻ. പരീക്ഷ എഴുതാൻ വല്ല അറിയാവോ? അതുമില്ല, തോറ്റും പോയി. തോറ്റുപോയെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യരാരും ജീവിക്കുന്നില്ലയോ. കഥയിലോട്ട് വരട്ടെ. ഇന്നോട് വല്ലതും ചോദിച്ചു. ശരിയാ, ഞങ്ങള് പരീക്ഷ എഴുതാൻ വേണ്ടിയാ ക്ലാസ്സിൽ കയറുന്നത്. ഞങ്ങൾക്ക് ഹാജരും വേണം, പരീക്ഷ എഴുതണ്ടായോ മോനെ. ഹാജരില്ലെങ്കിൽ പിന്നെ തോറ്റുപോയാൽ എന്താ, പിന്നെ അറ്റൻഡ് ചെയ്യണമല്ലോ. അല്ലേ അടിയാ പരീക്ഷയ്ക്ക്. ഫീസ് തരും, ട്യൂഷൻ ഫീസ് തരും. 300 രൂപ എങ്ങാണ്ട. കോളേജിലെ ഫീസാന്ന് തോന്നുന്നു 300. ടാസിലെ 150 എങ്ങാണ്ട. ടാസിലാ അമ്മ പഠിച്ച്. കേറത്തില്ല, ടാസിൽ കയറും കേട്ടോ. അടി അല്ലെ വിളിച്ചു പറയും. എന്നിട്ട് കവലയിൽ നടക്കാൻ തുടങ്ങും. അങ്ങനെ നടന്നിട്ട് ആദ്യത്തെ പീരീഡ് കോളേജിൽ കയറും. കയറിയിട്ട് ഇറങ്ങും എങ്ങനെങ്കിലും. ഞാനും ഉഷ സോനു അതൊന്നും ആരോടും പറയണ്ട. ചോദിക്കാൻ പറയുമൊന്നും വേണ്ട, അങ്ങ് ഇറങ്ങി പോവാ. അവരാരും നോക്കത്തൊന്നുമില്ല. അവര് വന്നു വെച്ച് വലിയ ഇംഗ്ലീഷൊക്കെ തള്ളി വിടും. ഞങ്ങൾ അവിടെ അങ്ങ് ഇരിക്കത്തില്ല. ഞങ്ങൾ അന്നേരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകും. ക്ലാസ്സിൽ നിന്ന് പുറകെ ഇറങ്ങി അങ്ങ് പോവായിരുന്നു. അവരങ്ങോട്ട് തിരിയുന്ന അങ്ങ് ഇറങ്ങിപ്പോവും. അവർക്ക് അറിയത്ത പോലും ഇല്ല ഞങ്ങളെ ഒന്നും. ഒരു ഹാള് നിറയെ പിള്ളേരുണ്ട്. 30-40 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സില്. അന്ന് ഇഷ്ടം പോലെ. ഇപ്പൊ ചെന്നപ്പോ ആരും ഇല്ലെന്ന് പറയുന്നു. അങ്ങനെ ആയി ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കൊച്ചന, എന്തോന്ന് രമേശ്, രാജേഷോ രമേശോ രണ്ടുപേരുണ്ടായിരുന്നു. അതാണ് രാജേഷ് രമേശ് എന്ന് പേര് പറയാത്ത. പേര് മറന്നു. രാജേഷ് കൊച്ചിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മ. അപ്പൊ ഉഷയോട് വന്നേച്ച് പറഞ്ഞ് എനിക്ക് ശൈലജയെ വലിയ ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഇതൊന്നും നമുക്ക് അങ്ങനൊന്നും അറിയത്തുമില്ലല്ലോ. അവിടെ ആണെങ്കിൽ കുറെ എണ്ണത്തിനെ 10 കുറെ എണ്ണം ഡിഗ്രിക്കൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവര് ചെന്ന് ന്യൂസ് കൊടുക്കും, അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു എന്നും പരാതിയായിരുന്നു. ഞങ്ങള് ബസ് സ്റ്റോപ്പിൽ ഏത് ബസ് വന്നാലും കേറത്തില്ല. കൊതിഞ്ഞുണയമായിരുന്നു അന്ന്. ഏത് ബസ് വന്നാലും കേറാൻ നിൽക്കുന്ന ഞങ്ങള് നിക്കത്തില്ല, കേറത്തില്ലായിരുന്നു. ശരിയാ. അതൊരു സന്തോഷമല്ലയോ മോനെ. അവിടെ പിന്നെ ടി കെ എം കോളേജിന്റെ അടുക്ക ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് അങ്ങ് അവിടെ ആ റോഡെല്ലാം പോച്ചേ അവിടെ ഇങ്ങനെ കിടന്നിരിക്കുമായിരുന്നു. എല്ലാവരുടെ കഥ പറഞ്ഞ് 6 മണി 5:30-6 മണി ആകാതെ ബസ്സേ കയറത്തില്ലായിരുന്നു. നല്ലതാ കേട്ടോ, ചുമ്മാ ആളുകൾ വേണ്ടതിനും പറഞ്ഞുണ്ടാകുന്നത്. പിന്നെ അതാ ഞങ്ങള് സ്കൂളിൽ നിന്ന് 6 മണിക്കുള്ളിൽ വീട്ടിൽ കയറണം. എടാ ഞങ്ങളൊക്കെ ജീവിച്ച ജീവിതം അല്ലടാ. ഞങ്ങളെ ഇല്ല കെട്ടുമൂട്ടിലിട്ടുമായിരുന്നു വളർത്തിയത്, അറിയാവോ? കെട്ടുമൂട്ടിട്ട് വളർത്തിട്ട് ഇതൊക്കെ കാണിക്കുന്നത്. കെട്ടയച്ചു വിട്ടാൽ നിങ്ങൾ എന്തൊക്കെ കാണിച്ചു. നാമം ചെല്ലിയില്ലെങ്കിൽ അടി, പോച്ച പറിച്ചോണ്ട് വന്നില്ലെങ്കിൽ അടി, പശുവിനെ കുളിപ്പിച്ചില്ലെങ്കിൽ അടി, ചാണാൻ വാരിയില്ലേ അടി, തൂത്തുവാരിയില്ലേ അടി. ഇന്നോ എന്താ ചെയ്യുന്നു നിങ്ങളൊക്കെ? ഉള്ള കാര്യാ പറഞ്ഞത്. ഇവിടെ പശു ഇല്ല, പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാൻ? തുണി പോലെ നീയൊക്കെ വിരിച്ചിടത്തില്ല, ഒന്ന് നനച്ചു വെച്ചാ വിരിച്ചിടത്തില്ല. നമ്മൾ കണ്ടന്റിന്ന് മാറിപ്പോന്നു. കണ്ടന്റ് അയ്യോ അറിയാൻ. എന്നിട്ട് പിന്നെ വല്ലൊക്കെ കടന്ന് പറയാമല്ലോ. അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്നതായിരുന്നു ആ ചെറുക്കന്. കരുവാറ്റയിൽ എങ്ങാണ്ടുള്ളതായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു ആ കൊച്ചനെ. എനിക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ല, കാരണം എനിക്ക് പേടിയായിരുന്നു മോനെ. എന്നിട്ടും ഞാനും ആ ചെറുക്കനും കൂടെ അവിടെ അങ്ങാണ്ട് ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ എല്ലാവരുടെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ വൈകിട്ട് ഞാൻ ചെന്നപ്പോൾ ലീലാമ്മ അമ്മ ഇങ്ങനെ വടിയും കൊണ്ട് നിൽക്കുന്നു. പിന്നെ നീ ഇന്ന് ബസ് കയറാതെ അവിടെ ഒരു ചെറുക്കനുമായിട്ട് കഥ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുക്കലുള്ള ഒരുത്തൻ ചെന്ന് പറഞ്ഞു കൊടുത്തതാ. അയ്യോ ഇഷ്ടം പോലെ അടി കിട്ടി. എന്താ പറയാനാ? പിറ്റേന്നും കഥ പറയാൻ ചെന്ന്. എന്തുവാ അന്നൊക്കെ പറയുന്നത്?
ആ കൊച്ചിന് ഭയങ്കര പ്രയാസവും ആ ദുഃഖവും ഒക്കെ ഉള്ള ഞാൻ അന്നേ പ്രയാസവും ദുഃഖവും അതും ഇതും ഒക്കെ പറയും. അങ്ങനെ പറഞ്ഞ് എന്തോ ക്ലാസ്സിൽ കയറത്തില്ല. ക്ലാസ്സിൽ കയറാതെ പിന്നെ അവിടുത്തെ സ്കൂളിൽ കോളേജിന്റെ തെക്കൊക്കെ വടക്കൊക്കെ സ്ഥലമുണ്ട്, അവിടൊക്കെ നടക്കുകയൊക്കെ ആയിരുന്നു. ഒരു ദിവസം ഒരാള് തന്നെയല്ല ചിരിക്കുന്നു, ഞങ്ങൾ എല്ലാവരുടെ പോകത്തുള്ളൂ. ഉഷയുണ്ട്, സുനിയുണ്ട്, സുധയുണ്ട്, ഞങ്ങൾ 3 പേരും. പിന്നെ കുറെ സജി, പിന്നെ മനോഹരന, ബിനു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പിള്ളേരെല്ലാം ഉണ്ട്, രമേശ്. ചോദിച്ചു നോക്കുക, അവന്മാരെല്ലാം കൂടെ ഞങ്ങൾ നടക്കത്തുള്ളൂ. അങ്ങനല്ല, അയ്യേ ഞങ്ങള് 7-6 പേര് ഒന്നിച്ചായിരുന്നു, ഒരു ഗ്യാങ് ആയിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. എന്നിട്ട് എന്തോ ചെയ്യാൻ, അങ്ങനെ ക്ലാസ്സിൽ ഒക്കെ കയറാതെ അങ്ങ് നടക്കുകയും കഥ പറയുകയും ഒക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ അതൊക്കെ അങ്ങ് പോയി മോനെ. അല്ല, പ്രീ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ വരുമല്ലോ മോനെ, അന്ന് ഫോണും ഒന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ യാതൊരു ഇതും ഇല്ലല്ലോ മക്കളെ. പിന്നെ അവിടെ വെച്ച് അതങ്ങ് സ്റ്റോപ്പായി. എത്ര അടി കിട്ടി. ഒരുത്തനുണ്ട് നമ്മുടെ വീടിൻ്റെ അടുക്കലുള്ള ഒരുത്തന, അവിടെ കവലയിലൊക്കെ കണ്ട് ജോലിയുണ്ട്. അയാൾ വന്ന് അയാളായിരുന്നു മോനെ ന്യൂസ് കൊടുക്കുമായിരുന്നു, ഒരു പന്ന പട്ടി. അയാള് വന്നേച്ച് എത്ര അടി കൊള്ളിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ മോനെ? കാണിച്ചു തരാം. അയാളിപ്പം ചത്തുപോയെന്ന് തോന്നുന്നു. ന്യൂസ് കൊടുക്കാം. കൊച്ചിച്ചൻ എന്നിട്ട് പറയും മോനെ, അങ്ങ് വരുമ്പോഴേ പറയും, മോളെ ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്തില്ല, അവൻ വന്ന് അവിടാണ്ട് അമ്മയാണ്ട് ഭദ്രകാളിയുടെ കൂട്ടൊക്കെ നിൽക്കുന്നെന്നൊക്കെ പറയാം. അന്നേരെ ജീവൻ പോകും പൊന്നുമോനെ. എന്തോരടി അടിക്കുന്ന, നീ ആരോടടി മിണ്ടിയത്, അങ്ങനെ ഇങ്ങനെ. എന്ത് ചെയ്യാനാ മക്കളെ. എല്ലാം കഴിഞ്ഞു പോയി. പ്രീ ഡിഗ്രിയും തോറ്റുപോയി, 2 വിഷയവും പോയി, അതിനും അടി. എന്ത് പ്രണയിക്കൂരു വട്ടം ഇന്ത്യയൊക്കെ കൂട്ടുള്ള പ്രണയം ഒന്നും അല്ലായിരുന്നു. പ്രേമവും പോയി, പഠിച്ച വിഷയവും കിട്ടിയില്ല. എന്നിട്ട് പക്ഷെ 6 ഒരുത്തിനെ കിട്ടുകയും ചെയ്ത്. അത് രാധാകാശ്. ഇനി അടുത്ത് നമ്മൾ രാധയുടെ ബ്രേക്കപ്പ് സ്റ്റോറി. രാധയ്ക്ക് ബ്രേക്കപ്പ് ഒന്നും കാണത്തില്ല. നമുക്ക് വിളിച്ചേ രാധാണ്ണ. അപ്പൊ അച്ഛ ഇന്നത്തെ നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് അച്ഛന്റെ ബ്രേക്കപ്പ് സ്റ്റോറി പറയണം. ബ്രേക്കപ്പ് സ്റ്റോറി മീൻസ് വിരഹ പ്രണയത്തെ കുറിച്ച് പറയണം. അണ്ണന്റെ പ്രേമം പൊട്ടിയതൊക്കെ പറയണം. ചെറുപ്പത്തിലെ പ്രേമം പൊട്ടിയത് എങ്ങനെയാണെന്ന് പറയണം. നല്ല പ്രണയത്തിന് 1000 രൂപ സമ്മാനമുണ്ട്. പിന്നെ നീ കൊറേ പറയും കേട്ടോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? 10,000 രൂപ കുറെ നാളുകൊണ്ട് പറഞ്ഞു പറ്റിക്കുവാ. എനിക്ക് ആരുമായിട്ട് ഒരു പ്രണയമില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലയോടാ, പ്രണയമില്ലായിരുന്നു. ചുമ്മാ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോണ്ണ? ഒരു ഇഷ്ടമില്ലായിരുന്നു. പെണ്ണുങ്ങളോട് പെൺപിള്ളാരോടൊന്നും ഒരു കോളേജ് ക്ലാസ്സിൽ പഠിച്ചപ്പോഴും ഒന്നും. അന്നത്തെ കാലത്ത് പ്രണയം എന്തോ എല്ലാരും സഹോദരങ്ങളല്ലേ. പിന്നെ ഭൂട്ടാനിന്ന് ലോട്ടറി അടിച്ചപ്പോ കിട്ടിയത്. ഇത് കണ്ണന് ഓരോ പെൺപിള്ളാരോട് ഒരു ഇഷ്ടം തോന്നിയിട്ടില്ലായിരുന്നു? അല്ല, സത്യമായിട്ട് പറഞ്ഞാൽ മതി. ആർക്കും ആണും പെണ്ണും കിടമ്പോ ഒരു ഇഷ്ടം ഉണ്ടാവും. ആരോടാ തോന്നിയേ? ആയിക്കോട്ടെ. എന്നാലും ഒരു ഇഷ്ടം ആരോടും തോന്നിയിട്ടില്ലയോ അണ്ണാ? ക്ലാസ്സിലോ അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേരോടൊന്നും? പോരട്ടെ. ആരാ കണ്ടോ, 32 വർഷമായി എന്നെ കെട്ടിയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. കല്ലുമല എങ്ങോട്ടുള്ളതാണെന്ന് തോന്നുന്നു. അയ്യോ, അവിടുന്ന് ആൾക്കാര് വരരുത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കൊല്ലുവോ? അന്നത്തെ കാലം പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പേരെന്തുവാണ്? സിന്ധു ആണെന്ന് തോന്നുന്നു. കണ്ണീരിലെന്തേ സിന്ധു സന്ധ്യയാ. അമ്മയ്ക്കൊരു പ്രേമം ഉണ്ടായിരുന്നു, രാജേഷ്. അതൊക്കെ അറിയാവുന്ന കാര്യം. അത് വിട്ടോണ്ട് ഇപ്പം ആ രാധയെ പിടിച്ചു. അച്ഛന്റെ സിന്ധു, ഇപ്പൊ ശൈലജയെ പിടിച്ച്. എന്നിട്ട് ആ കൊച്ചിനെ അറിയായിരുന്നോ അണ്ണാ? ആ പെണ്ണിനെ അറിയായിരുന്നോ അണ്ണന് ഇഷ്ടമാണെന്നുള്ളത്? അത് ഞാൻ അടുക്കത്തില്ല. കാലത്ത് പെണ്ണുങ്ങളൊന്നും വരുത്തില്ല, അണ്ണൻ ചെല്ലത്തില്ല. വേറെ സത്യം അതണ്ണ. ഇവിടെ അച്ഛനൊക്കെ അന്നേരം വല്ലതും അറിഞ്ഞായിരുന്നോ? അച്ഛനറിഞ്ഞെന്തോ വല്ല സംഭവം ഈ ഇങ്ങനെ പ്രേമം ഉണ്ടെന്ന് അമ്മയ്ക്കൊക്കെ അറിയായിരുന്നോ? രാധാമണിയൊക്കെ ഒന്നും അറിയില്ല. അവളോട് വിളിച്ചു പറയാൻ പറ, സിന്ധുവിനോട്. അതൊക്കെ പോയ കാലം കഴിഞ്ഞില്ല, അതും വെച്ചോണ്ടിരിക്കുവാണ്. എന്നാലേ ഇത്രയും നാളായിട്ട് ആ ഒരു കാര്യം എന്നോട് അണ്ണനൊന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് പ്രേമം ഉണ്ടായിരുന്നൊക്കെ ചോദിച്ചില്ല. അതായിരിക്കും ഇന്നലെ ഒറ്റയ്ക്ക് ചെട്ടുളങ്ങരെ പോയെ. ശരിയാണ്. ഇന്നലെ
ഇന്നലെ എന്നെ വിളിക്കാതെ ഒറ്റയ്ക്ക് പോയി ചെട്ടുളങ്ങര പോയിട്ട് വൈകിട്ട് 5:30, 6:30 6 മണിയായി വന്നപ്പോ. എന്നിട്ട് വൈകിട്ട് രാത്രി 11:30, 12 മണിയായപ്പോ വെളി ഇരുന്നിട്ട് പാട്ട് കേൾക്കുന്നു. ഭയങ്കര ഭയങ്കര പാട്ട്. ആദ്യമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അത് കണ്ടത്. എന്നെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നോ? നിനക്കതിന് സമയമില്ലായിരുന്നു. പിന്നെ അതൊന്നും പറയണ്ട, അതൊന്നും പറയണ്ട. എന്നെ കൊണ്ടുപോകുന്നത് അല്ല, അവളെയും കാണാമല്ലോ, സിന്ധുവിനെ ബിന്ദുവിനെ ആരെയാന്ന് വെച്ചാ. അപ്പൊ ഇതിനായിരുന്നു ഇന്നലെ ചെട്ടുളങ്ങര ഒറ്റയ്ക്ക് പോയതില്ലയോ? ഇന്നലെ കുമ്പപ്പള്ളിയായിരുന്നു, അതിന് വേണ്ടി പോയത്. ഒന്നും പറയണ്ട, കൂടുതലൊന്നും പറയണ്ട. അവളോട് പറ, സിന്ധുവിനോട്. അപ്പൊ നീ രാജേഷിനോട് പറയാം. എന്താ രാജേഷിനോട് പറ. നീ വെള്ളം കൊടുക്കും. കൊടുക്കും. എനിക്ക് വെള്ളം എടുത്തോണ്ട് അവളെ വിളി, സിന്ധുവിനെ വിളി. കല്ലിമല വരെ ഇച്ചിരി ദൂരമേ ഉള്ളൂ, പോയിട്ട് വാ. പിന്നെ പോയി പണി വല്ലതും നോക്കും. നീ പറഞ്ഞോണ്ടിരിക്കും 2 വർഷം കൊണ്ട് സുമേഷാന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞ് രാജേഷാണ്. അതിനെന്താ വേണം? രാജേഷാണോ രമേഷാണോ സുമേഷാണോന്ന് എനിക്ക് അറിയാൻ വയ്യ. തേങ്ങാക്കൊല. ഞാൻ ചോദിക്കുന്ന അതല്ല, 32 വർഷമായി എന്നെ കെട്ടിയിട്ട്. ഇത്രയും വർഷം ഇന്നേ നാഴിക വരെ എന്നോട് പറഞ്ഞു ഞാൻ ആരെയും പ്രേമിച്ചിട്ടില്ലെന്ന്. ഇപ്പൊ എവിടുന്ന് വന്നു സിന്ധു? പ്രേമിച്ചിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്ര പ്രാവശ്യം? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ചുമ്മാ പറയാ. ഇപ്പൊ പിന്നെ എവിടുന്ന് കിട്ടി സിന്ധു? സിന്ധു സിന്ധു വന്ന് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഇപ്പൊ എനിക്കും ഉണ്ടായി പഠിക്കുന്ന സമയത്ത്. അത് അവിടെ വെച്ച് കഴിഞ്ഞു. ഇപ്പൊ ആൾക്കാർ അതെ, 1 ഡസനാ നിനക്കൊക്കെ. ഒരിടത്ത് ചാറ്റ് ചെയ്ത് കഴിയുമ്പോ അടുത്ത ആളെ വിളിക്കുക 1 മണിക്ക് കഴിയുമ്പോ അടുത്ത ആളെ. ഇപ്പൊ അങ്ങനെ നീ ഒന്നാമത്തെ സാക്ഷിയാ നന്ദു. 12:30 ആകുമ്പോ ഒരുത്തി ഉറക്കും. അത് കഴിയുമ്പോ 1 മണിക്ക് ഒരുത്തി ഉറക്കും. 2 മണിക്ക് വേറെ ഒരുത്തി ഉറക്കും. മൊബൈല് പഴുത്തില്ലയോ? കല്ലുമല സൈക്കിൾ ഔട്ടി പോയ ആളൊക്കെ ഈ പറയുന്നത്. രമേശ് മിണ്ടരുത്. 1 മിനിറ്റ്. കല്ലുമല ചന്ത മീൻ മേടിക്കാനൊക്കെ പോണ്ടതാ, ആവശ്യമില്ലാതെ പറഞ്ഞിട്ട്. അവിടെ ഭർത്താവ് അങ്ങനെ അടിയും കിട്ടിക്കൊണ്ട് പോരരുത്. ബസ് സ്റ്റാൻഡ് രമേശ്. രമേശ് എന്താ പറയാനുള്ളത്? രമേശിനൊന്നും പറയാനില്ല. ഇനി മോദി സിന്ധുവിനെ വിളിച്ചോണം, എന്താ വാന്ന് വെച്ചാൽ ഉണ്ടാക്കി തിന്നോണം. പിന്നെ നിനക്ക് സുമേഷ് സമാശ എല്ലാം ഉണ്ട്. എല്ലാ മക്കളെ കുഞ്ഞുങ്ങളെ വാ 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 കുഞ്ഞുങ്ങളെ വാ. രമേശ് പറ. രമേശ് നിന്റെ പൊക്കോണോ ഞാൻ പറഞ്ഞേക്കാം. എനിക്കൊന്നുമില്ല സിന്ധു, എനിക്ക് എന്താ പറഞ്ഞാലും ഇത്രയും നാളായിട്ട് പറഞ്ഞത് പോലും ഇല്ല കേട്ടോ. നീ അല്ലേ വലം കൈ, നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കണ്ടോ? അപ്പൊ സത്യം ഞാൻ എല്ലാരോടും കടന്ന് കണ്ട കുഞ്ഞിനറിയായിരുന്നു, ഉണ്ണിക്കുട്ടനും ശ്രീകുട്ടനും എല്ലാം അറിയായിരുന്നു. എന്നാലും മോനെ ഏതും പോരാത്ത ഈ അച്ഛന്റെ ഒക്കെ മുമ്പിൽ പ്രേമിക്കാൻ പോയല്ലോ മോനെ ഈ മനുഷ്യന്. ഉമേഷ് ഓടുന്നു. ഉണ്ടോ? ഇതാ ചുമ്മാ രാത്രി എടുത്ത് നോക്കുന്നതാണ്. രമേശ് അടൂരിന് അമ്മയുടെ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ആരാണ്? രമേശ് അടൂർ. പിള്ളാര് കെട്ടി കൊച്ചുമക്കളാകാൻ പോകുന്നു. ഇപ്പഴാ പ്രേമത്തിന്റെ കഥ പറയാൻ. ഞങ്ങളൊന്നും ഒരു കാര്യം പറഞ്ഞേക്കാം, നീ മേലാല എന്നോട് മിണ്ടാൻ വന്നേക്കരുത്. അവിടെ എടുക്കാൻ പൊക്കണം. യാതൊരു ബന്ധവും. നീ കാര്യം പറഞ്ഞ ഇവിടെ ശബ്ദം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. സിന്ധു രമേശിനെ വിളി. സിന്ധു ഇച്ചിരി പറയണ്ട. സിന്ധു ഇച്ചിരി ഉപ്പ് നോക്കടി മോളെ. മോളെ ഇച്ചിരി ഉപ്പുണ്ടോ നോക്കടി. ആഹാ രമേശിന്റെ കറി. രമേശിന്റെ കറി അടിപൊളിയാ. പഠിപ്പിച്ചാണോ സിന്ധുവേ? പോവാന്നോ?